ഓക്കെ, അങ്ങനെ ഭ്രമയുഗം കണ്ടിറങ്ങി. ഭ്രമയുഗം ദ ഏജ് ഓഫ് മാഡ്നസ്. ശരിക്കും ഭ്രാന്ത് പടം തന്നെ. നല്ല വൈബുള്ള ഒരു സിനിമ, അതായത് സിനിമയുടെ വൈബിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സിനിമ. എനിക്ക് അങ്ങനെ തോന്നുന്നു. ഫുൾ മൂവി നമ്മൾ കണ്ടിരിക്കും. ഒരു നല്ലൊരു മൂഡ്, ഐ മീൻ നല്ലൊരു മൂഡ് എന്ന് പറഞ്ഞാൽ ചിലവർക്ക് ആ മൂഡ് ഇഷ്ടാവുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ സിനിമ കണ്ടു തുടങ്ങിയ ആ ഒരു വൈബ് മാത്രം മൈൻഡില്. നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ ആ വൈബ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മൂഡിൽ തന്നെ ഫുൾ പടം കണ്ടുപോകും. അത് അവർ കൊണ്ടുപോയിട്ടുണ്ട്. അതെ, സിനിമാറ്റോഗ്രഫി നല്ല ഇത് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് അതിനനുസരിച്ച് സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മ്യൂസിക് ചെയ്തവര് ഇന്ന് ക്രിസ്റ്റോന്ന് എന്തോ പേരായിരുന്നു, നൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡയറക്ടറിന്റെ പേര് രാഹുൽ സദാശിവൻ. അതെ, രാഹുൽ സദാശിവൻ നമ്മുടെ ഭൂതകാലത്തിന്റെ ഡയറക്ടർ. മ്യൂസിക് ഡയറക്ടർ ക്രിസ്റ്റോ സേവിയർ. ഓക്കെ, കൂൾ. കാസ്റ്റ് ആയാലും സ്റ്റാർട്ടിങ് അല്ല, മൊത്തം പടം തന്നെ ഒരു 5-6 പേരുള്ളൂ. അതെന്താ പറയാ, പെട്ടെന്ന് ഷൂട്ടിംഗ് തീർത്ത പോലെ എനിക്കൊരു ഫീൽ അടിച്ച ഷൂട്ടിംഗ് ഇൻ സെൻസ് അല്ല, കാസ്റ്റ് വെച്ചിട്ട് ഉള്ള കാസ്റ്റ് വെച്ച് നല്ലോണം പണിയെടുത്തിട്ടുണ്ട്. ഐ മീൻ ഷൂട്ടിംഗ് പെട്ടെന്ന് കഴിഞ്ഞ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അവര് വീട് സെറ്റപ്പ് ഒക്കെ സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അവര് പ്രോപ്സും ഇതൊക്കെ സൂപ്പർ സെറ്റപ്പ്. പിന്നെ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂഡില് ആദ്യമായിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അത് എന്തോരം നേരം ഷൂട്ട് ചെയ്തെന്ന് എനിക്കറിയില്ല. പക്ഷെ ചെയ്തു പണിയൊക്കെ അടിപൊളി. ഏത് കാസ്റ്റ് എടുത്താലും അവരുടെ ഡയലോഗ്സ് ആയാലും സെറ്റ് ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചെയ്ത സെറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണാനായിട്ട് നല്ലൊരു രസം തന്നെയായിരുന്നു മൊത്തത്തോടെ. തിയേറ്റർ മസ്റ്റ് വാച്ച് ആട്ടോ. ഇത് നമ്മള് OTTക്ക് വെയിറ്റ് ചെയ്ത് OTTയിൽ കാണാന്ന് പറയുന്നത് ഇത് അത്ര ഇംപ്രസ് ആവില്ല ആൾക്കാർക്ക് ഈ പടം. ഒബിയസ്ലി ഹോം തിയേറ്ററിനെ നിങ്ങൾക്ക് ഫുൾ സൗണ്ടിൽ വെച്ച് കാണാൻ പറ്റും. പക്ഷെ തിയേറ്ററിൽ ബിഗ് സ്ക്രീനിൽ തന്നെ ഈ പടം കാണണം നിങ്ങൾ. അതാണ് അതിന്റെ എഫക്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് ഇഷ്ടാവും എനിക്ക് തോന്നുന്നില്ല. അതൊരു പോയിന്റ് ആണ്. കാരണം നമ്മൾ പാരന്റ്സിനോട് കാണാൻ പോകുന്ന ചിലപ്പോൾ അവർക്ക് അത് ഡൈജസ്റ്റ് ആവും തോന്നുന്നില്ല. പക്ഷെ പാരന്റ്സ് ആയാലും ഇപ്പൊ ഇങ്ങനത്തെ ഒരു മിത്തിക്കൽ ഫീൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെ അതിന്റെ സ്റ്റോറീസ് ഒക്കെ കേട്ട ആൾക്കാർക്ക് ചിലപ്പോൾ ഇംപ്രസ് ആവാം, അവർക്ക് ചാൻസ് ഉണ്ട്. അപ്പോ ഈ പടം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തിയേറ്റർ വാച്ച് ആണ്. നിങ്ങൾക്ക് ഹിസ്റ്ററി, മിത്തിക്കൽ സ്റ്റോറീസ് അങ്ങനത്തെ താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങനെയില്ല. പക്ഷെ കാണാൻ പൈസ പോയിന്ന് പറയാൻ പറ്റില്ല, വേർത്താണ്. നിങ്ങൾക്ക് ഹിസ്റ്ററി അങ്ങനത്തെ ലാസ്റ്റ് സിനിമയുടെ ലാസ്റ്റ് ആയാലും നമ്മുടെ പോർച്ചുഗീസ് കയറി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വൈബ്, അങ്ങനത്തെ ഒരു മിത്തിക്കൽ എക്സ്പീരിയൻസും ഹിസ്റ്ററിയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ പടം വേർത്താണ്, കണ്ടിരിക്കാം. മ്യൂസിക് ആയാലും സിനിമാറ്റോഗ്രഫി ആയാലും തകർത്തുണ്ട്. മമ്മൂക്ക പറയേണ്ട ആവശ്യമുണ്ട്. അതെ, കുറെ റിവ്യൂസ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങൊരു സൂപ്പർ ഗ്രാൻഡ് പടം, ഗ്രാൻഡ് എന്താ പറയാ, ഗ്രാൻഡ് ആക്ടിവ് തന്നെ വാക്കുകൾ കിട്ടുന്നില്ല. അതെ, ഇത് മമ്മൂക്കന്റെ അടുത്ത പൊന്തൂവൽ ലിസ്റ്റിലത്തെ പടം തന്നെയാണ് ബ്രഹ്മയുഗം. സൂപ്പർ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ സീറ്റിന്റെ ബാക്കിൽ കുറെ പിള്ളേര് സെറ്റ് വന്നിട്ട് കുറെ ഡയലോഗ്സ് അടിക്കണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങൊക്കെ എനിക്കത് കേൾക്കുമ്പോ ദേഷ്യം വരായിരുന്നു. ലാസ്റ്റ് നമ്മള് ആ ഫിലിമിന്റെ മൂഡിൽ പോണ കാരണം എനിക്ക് അവരെന്തിട്ടെങ്കിലും പറയട്ടെ, എനിക്ക് സിനിമ അത് എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്ത് തീരും. അത് എന്താ അവർ ഉദ്ദേശിച്ചത് അത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇതിലായിരുന്നു. അത് കാരണം വേറെ നോക്കില്ല, ആ മൂഡ് ആ വൈബിൽ തന്നെ ഇരുന്നു ഫുൾ പടം. വൈബ് ശരിക്കും കൊണ്ടുപോകണ്ട. ഒരു ഭാഗത്ത് പോലും നമ്മളിങ്ങനെ ഡിസ്ട്രാക്ട് ആയി പോകുന്നില്ല. ഇന്റർവ്യൂൽ ആയപ്പോ ഞാൻ ചോദിച്ചില്ലേ, ഇത് ഈ പടം നെക്സ്റ്റ് പാർട്ട് എന്തായിരിക്കും ഒരു കൊണ്ടുവരുന്നത്. പക്ഷെ നൈസായിട്ട് ലാസ്റ്റിലൊക്കെ കൊണ്ടുവരാനുള്ള ആ ക്യാമറ ആംഗിൾ ഫുൾ 360 ഡിഗ്രി അത് തിരിയുന്ന ഒരു ഷോട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ആ ഫീൽ കൊണ്ടുവന്നത് നന്നായിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, പടം വേർത്താണ്. പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മസ്റ്റ് വാച്ച് എന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ ഇത് തിയേറ്റർ വാച്ച് മൂവിയാണ്. നിങ്ങൾ കാണാൻ പറ്റിയ കണ്ടോ, വേർത്താണ്. നിങ്ങൾക്ക് എന്താ പറയാ, നല്ലൊരു മൂവി എക്സ്പീരിയൻസ് ആണ്. ഒരു ഡിഫറെന്റ് വൈബ്, ഡിഫറെന്റ് മോഡിലുള്ള ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി. നിങ്ങൾക്ക് ഡിഫറെന്റ് വെറൈറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ ജസ്റ്റ് മനസ്സ് പറയുന്നുണ്ടെങ്കിൽ പോയി കണ്ടോ, വേർത്താണ്. ഇത് മോശം പറയാൻ ഒരു ഇതുപോലും ഇല്ല അതില്. സോ ബ്രഹ്മയുഗം ഫുൾ ടീമിന് കൺഗ്രാറ്റുലേഷൻസ്, ഡു വാച്ച്.